കുറച്ചു നാളത്തെ ഗ്യാപ്പിന് ശേഷം സർഫ്രാസ് ഖാൻ എന്ന പേർക്ക് വീണ്ടും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഒരു അവസരം എന്തായാലും ലഭിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു സൂചനയാണ് അതെന്തായാലും. പരിക്കേറ്റ സായി സുരസിന് പകരമായിട്ടാണ് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. പക്ഷേ നല്ലോണം പെർഫോം ചെയ്താൽ പോലും അടുത്ത പരമ്പരയിൽ അദ്ദേഹം കാണാനായിട്ട് ചാൻസ് കുറവാണ്. ഇപ്പോൾ കുറച്ച് ടെസ്റ്റ് മാച്ച് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അദ്ദേഹം സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, 50 അടിച്ചിട്ടുണ്ട്. മികച്ച പെർഫോമൻസ് ആ കുറച്ച് മാച്ചിൽ തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഓർത്ത് പോയിക്കഴിഞ്ഞാൽ ഒരുപാട് വിജയങ്ങൾ വരുമ്പോഴും അവിടെ പരാജയപ്പെട്ടാൽ ആ പരാജയം മാത്രമേ സെലക്ടേഴ്സ് നോക്കത്തുള്ളൂ, വേറൊന്നും ശ്രദ്ധിക്കാറില്ല. ഉടനെ പിടിച്ച് പുറത്താക്കാനുള്ള ഒരു കാരണം കൂടി അവർക്കാവും. ഇപ്പോൾ സഞ്ജുവിനെയും സർഫ്രാസിനെയും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ രണ്ടും ഏകദേശം, സഞ്ജുവിന് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. പരാജയപ്പെടുന്ന മാത്രം കാണുന്ന സെലക്ടേഴ്സ് അടുത്ത താഴത്തിടും. ഇത്രകൊണ്ട് തന്നെ അവർക്ക് ടീമിൽ സ്ഥിരമായിട്ടൊരു സ്ഥാനം ഇല്ലെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഈ വരുന്ന പെർഫോമൻസ് ഒരു ട്രിപ്പിൾ സെഞ്ചുറി അടിക്കണം എന്ന ആഗ്രഹമുണ്ട് സർഫ്രാസ് ഖാൻ. എന്തായാലും അതിനുള്ളൊരു കഴിവൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഏവാനും നമ്മുടെ കരുണാകർക്ക് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഒരു ട്രിപ്പിൾ സെഞ്ചുറി അടിക്കാൻ കെൽപ്പുള്ള ഒരു പ്ലെയറാണ് സർഫ്രാസ് ഖാൻ. മാത്രമല്ല അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ടീമിൽ നിന്ന് പുറത്തു പോയപ്പോലും ആ ഒരു ഗ്യാപ്പിൽ അദ്ദേഹം എന്തായാലും തിരിച്ചു വരും എന്ന് ഉറപ്പാണ്. ആ ഒരു പെർഫോമൻസും പ്രാക്ടീസൊക്കെ മികച്ചാണ്. ഇപ്പോൾ നേരത്തെക്കാൾ ഒരു ഫിറ്റ്നസ് അദ്ദേഹത്തിന് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ആ ഒരു പിക്ചറൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും ഇപ്പോഴത്തെ. എന്തായാലും കിട്ടിയ അവസരം നല്ല രീതിക്ക് മുതലാക്കാൻ സാധിക്കട്ടെ. സെഞ്ചുറിയും ഡബിൾ സെഞ്ചുറിയും ട്രിപ്പിളൊക്കെ എന്തായാലും വരട്ടെ എന്നൊരാഗ്രഹമുണ്ട്. വരാതിരിക്കില്ല എന്തായാലും.